AI ക്യാമറ കേസ് തള്ളി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, കോടതികളുടെ പൊതു സമീപനം പൊതു താല്പര്യ ഹർജികൾ അംഗീകരിക്കുന്നതല്ല. അപ്പൊ എല്ലാവരും അത് കേട്ടു. യഥാർത്ഥത്തിൽ കൊണ്ടുവന്ന സാധനം ഓരോ വാചകം വച്ചിട്ട് ഒരു തെളിവും തെളിയിക്കാൻ കഴിയാത്ത വിധം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന അതിശക്തമായ വിമർശനം AI ക്യാമറ കേസിൽ ഉണ്ടായില്ലേ? അപ്പൊ അന്ന് പറഞ്ഞത് എന്ത്? നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളാണല്ലോ മാധ്യമങ്ങൾ. അന്ന് എന്തൊക്കെ പറഞ്ഞു, കോടതി ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു? ശരിക്കും അത് കൊടുക്കേണ്ടതായിരുന്നില്ലേ? കോടതി ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷത്തിന്റെ മുഖത്തേറ്റടിയായിരുന്നല്ലോ AI ക്യാമറ. K-ഫോൺ വന്നപ്പോ എന്ത് പറഞ്ഞു ചീഫ് ജസ്റ്റിസ്? നിങ്ങൾക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ? ഇന്ത്യയിൽ ഏതെങ്കിലും കോടതി ഒരു പ്രതിപക്ഷ നേതാവിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? അസാധാരണമായതല്ലേ വാർത്ത. അപ്പോ ആദ്യമായിട്ടാണ് ഒരു ഹൈക്കോടതി ചോദിക്കുന്നത്. ഇപ്പൊ സ്പ്രിംഗ്ലർ, ഇപ്പൊ അവര് ഗുർഗാവിൽ ഓഫീസ് തുടങ്ങിയില്ലേ, വലിയ ക്യാമ്പസ് തുടങ്ങിയില്ലേ? സ്പ്രിംഗ്ലർ ഇവിടെ വരേണ്ട സ്ഥാപനമല്ലേ? ആരാ അത് ഓടിച്ചത്? 26,000 കോടിയിൽ ഇപ്പൊ ന്യൂയോർക്ക് മാർക്കറ്റിൽ, ഓഹരി മാർക്കറ്റിൽ അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലേ? ഇപ്പൊ കേരളത്തിൽ വലിയ തോതിൽ വരേണ്ട ഒരു കമ്പനിയെ പേടിപ്പിച്ച് കേരളത്തിന് പുറത്തേക്ക് ഓടിച്ചതിന്റെ ആഹ്ലാദം ഈ വിധി കൂടി വന്നപ്പോ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും BJP അന്നത്തെ പ്രസിഡന്റിന് എല്ലാവർക്കും അതിന് നല്ല രീതിയിൽ പൊരിപ്പിച്ചു കൊടുത്ത മാധ്യമങ്ങൾക്കും അതിന്റെ ഉത്തരവാദിത്വം വീതം വെച്ചെടുക്കാം. ശരിക്കും നിക്ഷേപത്തെ ആരും ഓടിക്കുന്നത് കേരളത്തിൽ നിന്ന്? ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എന്തിങ്ങനെ കിട്ടിയെന്നൊരു ചോദ്യം വന്നില്ല ഇവിടെ? അപ്പോഴും അതും ഒരു അംഗീകാരമായിട്ട് എടുത്തു. ആരെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ ഒരാൾ ഒരു IT കമ്പനി തുടങ്ങിയാൽ അതിനെ ഉയർത്തി കാണിക്കേണ്ടതിന് പകരം പരിഹസിച്ചപ്പോ അതും നിങ്ങൾ വളരെ ഒപ്പുകൂട്ടാതെ വിഴുകിയില്ലേ പൊതുവെ? അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് വരേണ്ട ഒരു നിക്ഷേപം അത് ഇല്ലാതാക്കുന്നതിന് അനാവശ്യ വിവാദങ്ങൾ വഴിതെളിച്ചു. അതൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം വിവാദങ്ങൾ വരുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത മേഖലയാണെങ്കിൽ ആ മേഖലയിലെ പരിചിതരായ ആളുകളുമായിട്ടാണ് വിവരങ്ങൾ പങ്കുവെക്കുക. പക്ഷെ ലോകത്ത് സൂര്യന് കീഴിലുള്ള എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടെന്ന് കരുതുന്ന ആളുകൾ വെച്ച് നിങ്ങൾ ഈ ചർച്ചയെ കാണുന്നത്. സ്പ്രിംഗ്ലർ ആണെങ്കിൽ അവര് പിന്നെ മറ്റേ വിമാനം തകർന്നാൽ അവര്, കൃഷിയാണെങ്കിൽ അവര്, വ്യവസായമാണെങ്കിൽ അവര്, അതിൽ നിന്ന് മാറി ഇത്തരം കാര്യങ്ങളുടെ ഒരു ശരിയായ രൂപത്തിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ വിവാദം വരുമായിരുന്നില്ല. നമുക്ക് നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപങ്ങൾ ആട്ടി ഓടിച്ചതിന് യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തോട് വിവാദം സൃഷ്ടിച്ചവർ മാപ്പ് പറയേണ്ടതാണ്.